കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ ജനസഭയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുതലക്കുളം മൈതാനിയിലാണ് ഈ ജനസഭ പുരോഗമിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ആഘോഷമാണ് തെരഞ്ഞെടുപ്പ്. 5 വർഷം കൂടുമ്പോൾ വോട്ടർമാർക്ക് ലഭിക്കുന്ന ഒരു സുവർണാവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതവർ കൃത്യമായും വ്യക്തമായും പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ജനഹിതം ആർക്ക് അനുകൂലമാണ് നമുക്ക് പരിശോധിക്കാം. ആദ്യ ചോദ്യത്തിലേക്ക്. നമസ്കാരം. എൻ്റെ ചോദ്യം, ഇവിടെ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള LDFും UDFും. അനിൽ തമ്പ്യാർ ഉന്നയിച്ച ചോദ്യത്തിനെ വീണ്ടും ഒന്ന് ആവർത്തിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇവർ രണ്ടുപേരും മത്സരിക്കുന്നുണ്ട്. കേരളത്തിലെ പരസ്പര പോരടിച്ചുകൊണ്ട് ശത്രുതയിലൂടെ മത്സരിക്കുന്നു. എന്തിന് നിങ്ങൾ ഇങ്ങനെ മത്സരിക്കുന്നു? നിങ്ങൾ പരസ്പര ധാരണയിലൂടെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ഈ രണ്ട് കൂട്ടരും പരസ്പര ധാരണയിലൂടെ 20 മണ്ഡലങ്ങളിലേക്ക് നിങ്ങളുടെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിനും മറ്റുള്ളവർക്കൊരു സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ LDFിനും സ്ഥാനാർത്ഥി നിർണയം നടത്തിക്കൊണ്ട് മത്സരിപ്പിച്ച് അത് BJPയോട് ഏറ്റുമുട്ടിക്കൊണ്ട് അതല്ലായിരുന്നു നന്നായിരുന്നത്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അനിൽ നമ്പ്യാർ പറഞ്ഞ പോലെ കൈകോർത്തുകൊണ്ട് ഒരു വണ്ടിയുടെ മുകളിൽ പലതരം കൊടികൾ കെട്ടിക്കൊണ്ട് അവിടെ മത്സര രംഗത്ത് നടക്കുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ഒരു കപട പേക്കുത്ത് രാഷ്ട്രീയം നടത്തുന്നു. ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് ഇവിടുത്തെ രണ്ട് മുന്നണികൾ, LDFിൻ്റെയും UDFിൻ്റെയും മുന്നണികൾ തുറന്ന് പൊതുസമൂഹത്തിനോട് പറയേണ്ടതാണ്. ഈ പരസ്പര പോരടിച്ചിട്ടുള്ള ഈ മത്സരം ആവശ്യമാണോ എന്നുള്ളതും പറയണം. പിന്നെ മറ്റൊരു കാര്യം, കോഴിക്കോട് വെള്ളിമാടുകുന്ന് റോഡിൻ്റെ യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതി പറയുന്ന വർഷങ്ങളുമായി. പക്ഷേ ഇന്നും ഒച്ചയെഴുന്ന പോലെ നിൽക്കുന്നതാണ് ഒരവസ്ഥയിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. പല കടകളും വെട്ടിമുറിച്ചുകൊണ്ടും പല ആളുകൾക്കും വ്യവസായങ്ങൾ നടത്താൻ കഴിയാത്ത രീതിയിൽ ഇന്ന് നിൽക്കുന്നു. എങ്ങനെ നോക്കിയാലും തിരക്ക് പിടിച്ച് നമ്മുടെ ഈ കോഴിക്കോട് വയനാട് റോഡിൽ എന്തുകൊണ്ട് ഇത്രയും വികസനം നടത്തുന്ന സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഈ ഒരു റോഡ് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നില്ല? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഇടതുപക്ഷത്തിൻ്റെ ആള് ചേരണം. കോഴിക്കോടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് വികസനത്തിന് ഇപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ച് 1300 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. മേൽപ്പാലമടക്കം, ഈ റോഡടക്കമുള്ള മേൽപ്പാലമടക്കം വരുന്ന ഇതെല്ലാം ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. കേരളത്തിലെ ഗവൺമെൻറ് പാശ്ചാത്യ വികസന മേഖലയിൽ ഒരു കാലത്തും ഇല്ലാത്ത ഇടപെടലുകൾ കിഫ്ബി എന്ന സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും വികസന പ്രവർത്തനം കോടതിയിലാണ്. ഞങ്ങളതൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ട്. ഭരണകൂടം അങ്ങനെയാണ്. ആ ഭരണകൂടത്തിന്റെ നയങ്ങളെ ഞങ്ങൾ ആ രീതിയിൽ തന്നെ കാണുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും കോൺഗ്രസ് അല്ലല്ലോ. ഞങ്ങൾ ഏതായാലും പേര് പറഞ്ഞുകൊണ്ട് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ബജറ്റിന് പുറത്തെടുക്കുന്ന ഈ കോടികൾ അതാര് തിരിച്ചടക്കും? അതിനൊക്കെ കൃത്യമായിട്ടുള്ള അതിൻ്റെതായ സംവിധാനങ്ങളുണ്ടല്ലോ. അതൊന്നും കൃത്യമായി അടക്കി ഇത് ഈ നാട്ടിൽ എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളുണ്ട്. കോടിക്കണക്കിന് എന്താ കേന്ദ്ര ഗവൺമെൻറ് എവിടുന്നാണ് ഈ പണം എടുക്കുന്നത്? 187 ലക്ഷം കോടി രൂപ നമ്മുടെ രാജ്യം കടക്കണിയിലാണ്. ആ രാജ്യത്തിൻ്റെ കടക്കണിയുടെ ശതമാനക്കണക്കും കേരളത്തിൻ്റെ കടക്കണിയുടെ ശതമാനം വെച്ച് നോക്കിയാൽ അതിൻ്റെ അന്തരം എത്രയാണ്? അപ്പോൾ എവിടുന്ന് ഇടയ്ക്കുമെന്ന് വെച്ചിട്ടാണ് നരേന്ദ്രമോദി വാങ്ങിക്കൂട്ടുന്നത്? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം പറഞ്ഞ ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുത്തേ പറ്റൂ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അത് ക്ലിയർ ചെയ്ത് കൊടുക്കണമല്ലോ. ഇന്ത്യ മുന്നണി ഇത് രൂപീകരിക്കുമ്പോൾ തന്നെ എടുത്തൊരു നിലപാടുണ്ട്. രാജ്യം നിലനിൽക്കണോ വേണ്ടയോ എന്ന ചോദ്യം ഓരോ മനുഷ്യൻ്റെ മനസ്സിലുമുണ്ട്. ഈ രാജ്യത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് നാം ഭയപ്പെടുക. ഇന്ത്യയിൽ ഇനിയും വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനം ഇല്ലാതാക്കാൻ പോവുക. ഇന്ത്യ എന്ന പേര് മാറ്റാൻ പോവുക. പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരിക. ഒരു വിഭാഗത്തെ മുഴുവനും അവിടെ അടിച്ചമർത്തിക്കൊണ്ട് ദേശീയതയുടെ പരിവേഷം നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ ഇല്ലായ്മ ഈ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനവും ഭരണഘടനയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസരത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ശത്രുവിനെ നേരിടാൻ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ഒരു സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട്. ആ സംവിധാനം രൂപീകരിച്ചപ്പോൾ RSSന് എതിരായിക്കൊണ്ടുള്ള വികാരം ഈ കേരളത്തിലില്ല. കേരളത്തിൽ RSSനെ മത്സരിക്കാൻ RSS ഇവിടെ ഒരു ശത്രുവല്ല. BJP ഇവിടെ ഒരു ശത്രുവല്ല.
ഇവിടെ കോൺഗ്രസും LDFും UDFും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പരസ്പരം സാധാരണക്കാർ ചോദിക്കുന്നത് അവരുടെ മനസ്സിൽ അവശേഷിക്കുന്ന സംശയം ഇതാണ്. അല്ല, എന്തുകൊണ്ട് ഇത് കേരളത്തിൽ ആപ്ലിക്കബിൾ ആവുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. സംശയം എന്താ ആപ്ലിക്കബിൾ ആവാത്തത്? നിങ്ങളെടുത്ത് പരിശോധിച്ചു. സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ല. അത്തരം BJP ആയിരുന്നു കേരളത്തില് ഒരു പക്ഷത്ത് എങ്കിൽ ഇവിടെ യോജിച്ച് BJPയെ പരാജയപ്പെടുത്തുന്നു. ഇവിടെ BJP എന്ത് രാഷ്ട്രീയ പ്രസ്ഥാനമുള്ളത്? ഇവിടെ നിങ്ങളെ പത്രക്കാരും മാധ്യമങ്ങളും കടലാസ് പുലിയെ പോലെ ഇങ്ങനെ വലുതാക്കി 3 പേര് 3 രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയല്ലേ? ഇവിടെ BJPക്ക് എന്ത് രാഷ്ട്രീയ? വയനാട്ടിൽ CPIയുടെ ദേശീയ നേതാവ് ആനി രാജയാണ് മത്സരിക്കുന്നത് അല്ലെ? CPM ഒരു മിനിറ്റ്, അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാര് പോലും പോകുന്നില്ല. ബൃന്ദ കാരാട്ട് പോലും അങ്ങോട്ട് പോകുന്നില്ല. എന്തുകൊണ്ടാ? വൈ? അവിടെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാല് ഈ കോൺഗ്രസിന് ഇനിയും നേരം വിളിക്കാത്തോണ്ടാ. കോൺഗ്രസ് BJPയെ നേരിടാൻ വരുന്നത് കേരളത്തിലേക്കാ. ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും പോയി മത്സരിക്കേണ്ട രാഹുൽ ഗാന്ധി BJPക്കെതിരെ അദ്ദേഹം ഉണ്ടപ്പൊരു യാത്ര നടത്തുക എന്നല്ലാതെ എന്തെങ്കിലും അർത്ഥത്തിൽ ആ യാത്രയിൽ ഒരു രാഷ്ട്രീയം പറഞ്ഞോ? ബോണ്ടന്റെ വലിപ്പവും പൊറാട്ടിന്റെ വലിപ്പം നോക്കി ഇന്ത്യയുടെ തെരുവീതികളിൽ യാത്ര ചെയ്യുന്ന അദ്ദേഹം, ആ യാത്ര ചെയ്തിട്ടുള്ള മനുഷ്യൻ ഈ BJPയെ നേരിടേണ്ടത് ഈ കേരളത്തിലാണോ? അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ അല്പത്തരം, രാഹുൽ ഗാന്ധിയുടെ അല്പത്തരമാണ്. രാഹുൽ ഗാന്ധിയുടെ അല്പത്തരമാണ്. അദ്ദേഹത്തിന്റെ പ്രസിഡന്റും എല്ലാ സെക്രട്ടറിയും സോണിയാഗാന്ധിയും ഇവരും കൂടി അങ്ങോട്ട് വരേണ്ടതുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, രാഹുലിനെ പരാജയപ്പെടുത്താൻ നിങ്ങളുടെ CPMന്റെ എല്ലാ മെഷീനറിയും അവിടെയല്ലേ, വയനാട്ടിലല്ലേ? നിങ്ങൾ അത് പ്രയോഗിക്കേണ്ട അവിടെയല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് മാറി നിൽക്കുന്നു? രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ മത്സരം സംഘടിപ്പിക്കുന്നത് എന്തേ 2019 ഉണ്ടായ അനുഭവം ഉണ്ടായോ? ഇപ്പൊ എന്താ വരുമ്പോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടി പോലും പണയം വെക്കേണ്ടി വന്നില്ലേ? ത്രിവർണ്ണ പതാക മടക്കി വെക്കേണ്ടി വന്നില്ലേ? മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി മാറ്റാൻ വേണ്ടിയിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസിന്റെ കൊടിയായത് വേറെ ചരിത്രം. പക്ഷേ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഉയർന്നു മാറിയ ഒരു കൊടിയല്ലേ? ആ കൊടി എടുത്തിട്ട് അണ്ടർവയറിന്റെ ഉള്ളിൽ തിരികിയിട്ടല്ലേ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് പോയത്? ആ മുസ്ലിം ലീഗിന്റെ പതാക മാറ്റി വെച്ചില്ലേ? നാളെ മുസ്ലിം ലീഗുകാരെ വോട്ട് കണ്ട് വേണം, പക്ഷെ മുസ്ലിം ലീഗുകാരെ കൊടി പറ്റൂല. നാളെ തൊപ്പി വെച്ചിട്ടും നിസ്കാരത്താൻ പോയിട്ട് രാഹുൽ ഗാന്ധിന്റെ അടുത്തിരിക്കണ്ട എന്ന് ഈ കോൺഗ്രസ് ലീഗുകാരോട് പറയുന്ന കാലം അതിവിദൂരമല്ല. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണ് രാഹുൽ. കോൺഗ്രസ് എവിടെയുള്ളത്? നിങ്ങൾ എന്തായാലും നമ്പ്യാർ പറയുന്നത് കോൺഗ്രസിന് ഇന്ത്യയിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ എന്ത് സാഹചര്യം? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മിനിറ്റ് വിനോദ്, 2004 ഓർമ്മയില്ലേ? 20 വർഷം കടന്നുപോയി. സോണിയാഗാന്ധി മൻമോഹൻ സിംഗും AKG സെന്ററിൽ വന്നിട്ട് തളികയില് പ്രധാനമന്ത്രി സ്ഥാനവും ആഭ്യന്തരമന്ത്രി സ്ഥാനവും ഒക്കെ വെച്ച് തന്നിരുന്ന ഒരു കാലം ഈ രാജ്യത്തുണ്ടായിരുന്നു. ഞങ്ങൾ അതിന് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രശ്നം അധികാരമല്ല എന്ന് പറഞ്ഞത് രാഷ്ട്രീയത്തെ നരേന്ദ്രമോദി ഭയപ്പെടുന്നുണ്ട്. നരേന്ദ്രമോദി പേടിക്കുന്ന രാഷ്ട്രീയം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെയാണ്. ആ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്. കോൺഗ്രസ് അവിടെ എവിടെയുമല്ല. കോൺഗ്രസ് അവിടെ എവിടെയുമല്ല. കോൺഗ്രസ് തെലങ്കാനയും കർണാടകയും കഴിഞ്ഞ കോൺഗ്രസ് എവിടെ എന്ത് പ്രധാനമന്ത്രിയാവുന്നതാണ്? അതൊക്കെ 2019 ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്ത ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടുന്ന ആക്കെന്ന് ഒരു കണക്കുമില്ല. കോൺഗ്രസിന്റെ ഗതികെട്ട സമയ. ഞാൻ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചു CPM കേരളത്തിൽ കടന്നു പോകുന്നത്. ശ്രദ്ധിക്കേ മറുപടി പറയാം. 20 സീറ്റ് കിട്ടും. ശ്രദ്ധിക്കൂ, കേരളത്തിൽ CPM കടന്നു പോകും. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചു CPM ഒരു ഭ്രമയുഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആകെ 47 സീറ്റുകളിലാണ് അവർ ഈ രാജ്യത്ത് മത്സരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നേരവകാശികൾ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയാ. ഇവരതിന്റെ ഏകോപന സമിതിയിലേക്ക് പോലും ഒരാളെ കൊടുത്തില്ല. അവരുടെ മനസ്സ് ഇക്കരയും അവരുടെ പ്രവൃത്തി അക്കരയുമാണ്. അവര് 2 വള്ളത്തിൽ കാല് വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. 23 ഇടത്ത് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഈ രാജ്യത്ത് അവർ മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ ലഭിച്ച സിക്കർ മണ്ഡലത്തിൽ രാജസ്ഥാനിൽ മാത്രമാണ് അവർ BJPയെ നേരിടുന്നത്. വേറെ എവിടെയാ അവർ BJPയെ നേരിടുന്നത്? അവർക്ക് എന്ത്
ബംഗാളിൽ പോരാട്ടമാണ്. ബംഗാളിൽ നേതാവ് ഔദാര്യത്തിൽ സാക്ഷാൽ മത്സരിക്കുക പ്രകാശ് കാരാട്ട് പറഞ്ഞത് ഇത് ഫാസിസ്റ്റ് കക്ഷിയാണോ എന്ന് സംശയമുണ്ടെന്നാണ്. അത്തരത്തിലുള്ള സംശയമുള്ള പാർട്ടിയോട് അവർ ഇന്ത്യയിൽ നേരിടുന്നത് എവിടെയാ? പ്രകാശ് കാരാട്ട് സീതാറാം യെച്ചൂരി അങ്ങനെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ആർക്കാണ് കുത്തുന്നത്? അല്ല, യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ വാളയാറിനിപ്പുറത്ത് വാളയാറിനപ്പുറത്ത് എന്നുള്ള നിലയിൽ ഇരുവള്ളങ്ങളിലാണ് CPM-ന്റെ കാല്. അതുകൊണ്ട് തന്നെ വാളയാറിനിപ്പുറത്തേക്ക് കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രസംഗം ഒന്ന് കേട്ടു നോക്കൂ. യൂട്യൂബിലുണ്ട് ബാലുഷ, അതൊന്ന് കേട്ടു നോക്കൂ. ആ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ 5% പോലും ഈ പറയുന്ന നരേന്ദ്രമോദിയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മകളെ കുറിച്ചോ സംസാരിച്ചിട്ടില്ല. അവിടെ സംസാരിച്ചത് മുഴുവൻ രാഹുൽ ഗാന്ധിയെ കുറിച്ച്. അദ്ദേഹത്തോട് ആക്ഷേപിച്ചല്ലോ. അദ്ദേഹത്തിന്റെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM-ന്റെ നേതാക്കൾ ഇന്ന് ഈ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. 2 MP-മാരെ കഴിഞ്ഞ തവണ കിട്ടിയല്ലോ. CPM-ന്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറേയും തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പലകകളിൽ ഇവർ ഉപയോഗിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ ചിത്രമാണ് ഉപയോഗിച്ചത്. ഇദ്ദേഹത്തിന് ആക്ഷേപിക്കാം, അതൊരു സംസ്കാരത്തിന്റെ പ്രശ്നമാണ്. കേരളത്തിലെത്തുമ്പോൾ അത് CPM-കാർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യം വിശാലമായ അർത്ഥത്തിൽ ഇന്ത്യയിലെ ഫാസിസ്റ്റ് കക്ഷികൾ നേരിടുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പങ്കുമില്ല. നമുക്കറിയാം, ഇന്ന് അവരുടെ നേതാവ് തന്നെ പറഞ്ഞതുപോലെ എലിപ്പട്ടിയാകുമോ മരപ്പട്ടിയാകുമോ ഈനാമ്പേച്ചിയാകുമോ അവരുടെ ചിഹ്നം എന്ന തരത്തിലുള്ള ഭ്രമയുഗത്തിലൂടെ കടന്നു പോവുകയാണ്. എനിക്ക് ഏറ്റവും തമാശ തോന്നിയത് എന്താ ഈ CPM കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 0.93% മാത്രം വോട്ട് വാങ്ങിയ ഇന്ന് 543 പാർലമെന്റ് സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2024 തെരഞ്ഞെടുപ്പിൽ അവരാകെ മത്സരിക്കുന്നത് 47 സീറ്റില 10% പോലും ഇല്ല. അവര് പ്രകടന പത്രിക ഇറക്കി പോലും. എന്താ ആദ്യം പറഞ്ഞെന്നറിയോ? കശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞത് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന CPM പറഞ്ഞതാ. നമ്മൾ ആലോചിച്ച് നോക്കൂ. അവർ ഭ്രമയുഗത്തിലാ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സ്ഥലജല വിഭ്രാന്തിയിലൂടെ കടന്നു പോവുകയാണ്. ആ പാർട്ടി തന്നെ ഈ രാജ്യത്ത് നിലനിൽക്കുമോ എന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ത്യ സഖ്യമില്ല. കേരളത്തിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന കാഴ്ചപ്പാട് അവിടെ CPM വെച്ച് പുലർത്തുന്നില്ല. അതിനൊരു പ്രതിനിധിയെ പറഞ്ഞേക്കാമെന്ന് പോളിറ്റ് ബ്യൂറോ യോഗത്തിലേക്ക് പോയ സീതാറാം യെച്ചൂരി പിന്നെ തിരിച്ചു വന്നത് പിണറായി വിജയൻ കണ്ണുരുട്ടിയതിനു ശേഷം ആ ഏകോപന സമിതിയിലേക്ക് ഞങ്ങളുടെ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോഴും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിൽ ബാദുഷ പറയട്ടെ, അവിടുത്തെ ഏകോപന സമിതിയിൽ എന്തുകൊണ്ട് ഒരു പ്രതിനിധി അയച്ചില്ല എന്ന് അവർ പറയട്ടെ. ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. ദേശീയ തലത്തിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടുപേരും കൂടെ ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുന്നണി മര്യാദയെങ്കിലും പാലിച്ചിട്ട് വേണം വിമർശിക്കാനെന്ന് ഞാൻ അവരോട് പറയാണ്. രണ്ടാമത് CPM-ന്റെ പ്രതിനിധി, അദ്ദേഹത്തിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി എല്ലാ തെരഞ്ഞെടുപ്പും നടക്കുമ്പോഴും വോട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ കൈ ഉയർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആർക്കാണ് അദ്ദേഹം ഡൽഹിയിൽ വോട്ട് ചെയ്യുന്നത്? അരിവാൾ ചുറ്റിക നക്ഷത്രം അവിടെ ഉണ്ടാവാറില്ല. ഇതൊക്കെ ഈ നാട്ടിലെ ആളുകൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, സജീവ് എത്രയോ കാലം ഈ കേരളത്തില് BJP-ക്ക് സ്ഥാനാർത്ഥികളില്ലായിരുന്നു. അന്ന് സജീവന്റെ പാർട്ടിയൊക്കെ ആർക്കാ വോട്ട് ചെയ്തിരുന്നത്? അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘവും CPM-ഉം ഒരുമിച്ചാ മത്സരിച്ചത്. ആ കാലം മറന്നു പോകരുത്. അതൊക്കെ ഇപ്പോഴാണല്ലോ കോൺഗ്രസും BJP ഒന്നായത്. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് കടമെടുത്തിട്ട് കടക്കണിയിലാണ് എന്ന്. ഈ നാട്ടിലെ ജനങ്ങൾ ഇത് വിശ്വസിക്കുമോ? എന്താ അദ്ദേഹം പറയുന്നത്? ഏത് കടക്കണി എന്നുള്ള വാക്ക് ഉപയോഗിക്കാണ്? കടക്കണിയിൽ ആയത് ആരാണ്? ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രത്തിന്റെ കടം ഏതൊക്കെ വിഭാഗത്തിലാണ് വരുന്നത്? ഞാൻ പറയാം ബാദുഷ, ഞാൻ പറയാം. കടക്കണി എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓഫ് ബഡ്ജറ്റിന് ബോറോയിങ്ങിന് തിരിച്ചടവ് ഉത്തരവാദിത്വം ആർക്കാ? സംസ്ഥാനം എടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇങ്ങനെ സംസ്ഥാനങ്ങൾ എടുക്കുന്ന കടത്തിന്റെ ഒക്കെ ഗ്യാരണ്ടി കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാ. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കടക്കാരാവും. രണ്ടാമത്, ഇവിടെ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഒന്നും കേന്ദ്ര ഗവൺമെന്റ് കടം എടുക്കുന്നില്ല. പ്രത്യുൽപാദനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് മൂലധന നിക്ഷേപം ഉണ്ട്. പെൻഷൻ മോശമാണ്. കടമെടുപ്പ് മാത്രമല്ല, വിത്തെടുത്ത് കുത്തുകൂടി ഈ നാട്ടിൽ 65 ലക്ഷം പെൻഷൻ കൊടുക്കുന്നതിന് ആ പെൻഷൻ കൊടുക്കാൻ കടമെടുക്കാൻ പാടില്ല. കേരളത്തില്
സാമൂഹ്യക്ഷേമ പദ്ധതികൾ 19 എണ്ണാണ്. ആ ഞാൻ പറയാം. ഒരു മിനിറ്റ് ഹലോ ഏയ് പ്ലീസ് മൈക്ക് തരാം ഇതാരും കേൾക്കില്ല ഒരു ചോദ്യത്തിന് ആദ്യം മറുപടി പറഞ്ഞോട്ടെ. കേരളത്തിലെ 19 സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ 12 എണ്ണവും മുടങ്ങിക്കിടക്കുകയാണ്. 12 എണ്ണവും മുടങ്ങിക്കിടക്കുകയാണ്. അതേസമയം തന്നെയാണ് CAG റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. 25,000 കോടി രൂപ വൻകിടക്കാരിൽ നിന്നും പിരിച്ചെടുക്കാനുണ്ട്. സർക്കാരിന്റെ പണി എന്താ? കടമെടുക്കലാണോ? എന്തുകൊണ്ട് സർക്കാർ നിർവഹിക്കേണ്ട ചുമതലകൾ നിർവഹിക്കാതെ കടമെടുക്കാൻ വേണ്ടി മാത്രം പോകുന്നു? അത് പ്രത്യുൽപാദനപരമായിട്ടുള്ള മേഖലകളിലാണ് ചെലവഴിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അവിടെയാണ് ഞാൻ പെൻഷൻ കേരളത്തിന്റെ മൊത്ത വരുമാനങ്ങള്, ആ വരുമാനത്തിലുണ്ടായ മാറ്റങ്ങള്, മുൻകാല ഗവൺമെന്റുകൾ എടുത്ത കടത്തിന്റെ ശതമാനമോ ഈ ഗവൺമെന്റ് എടുത്ത കടത്തിന്റെ ശതമാനമോ ഒന്ന് കൂട്ടി പഠിക്കണം. എന്നിട്ട് പറയണം കേരളത്തില് പ്രത്യുൽപാദന മേഖലയിലേക്ക് ഏതെല്ലാം മേഖല എടുത്ത് നോക്കി. ഞങ്ങൾക്ക് ഏറ്റവും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് ആരുടെ കാലത്താ? അതൊക്കെ സാമൂഹിക സുരക്ഷാ പെൻഷൻ, കൊടുക്കാനുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം മുടങ്ങുന്നു. ഇവിടെ KSRTC-ലെ ജീവനക്കാർക്ക് 2 മാസം കൂടുമ്പോ പകുതി ശമ്പളമാണ് കൊടുക്കുന്നത്. ഏത് സംസ്ഥാനത്തിന്റെ കാര്യം പറയുന്നത്? രാഷ്ട്രീയത്തിലേക്ക് കടം വാങ്ങുന്ന കാര്യത്തിൽ 2 ഗവൺമെന്റുകളും ഒന്നിനൊന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. കടം വാങ്ങുന്ന കാര്യത്തിൽ ഇടതുമുന്നണി ഗവൺമെന്റ് ആവട്ടെ BJP ഗവൺമെന്റ് ആകട്ടെ 2 കൂട്ടരും പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് കടം വാങ്ങുന്ന ഗവൺമെന്റുകൾ മാത്രമാണുള്ളത്. ആ രാഘവേട്ടൻ തന്നെയാണ് 4ാം തവണയും ഈ കോഴിക്കോട് അങ്ങാടിയിൽ വിജയിച്ചു കയറുക. എനിക്ക് അവതാരകനോടാണ് ചോദിക്കാനുള്ളത്. ഇന്ന് ഈ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസും CPM-ഉമാണ് മത്സരിക്കുന്നത്. 3ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന പ്രിയപ്പെട്ട BJP പ്രതിനിധിയോട് നാഗ്പൂരിലെ സംഘപരിവാർ കാര്യാലയത്തിലെ മെനു ഇനി ഇന്ത്യയിൽ ചെലവാകില്ല, അതുപോലെ തന്നെ മാവേലിയെ പോലും നാണം കെടുത്തിയ പിണറായി വിജയന്റെ പരാജയൻ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്, അതിനെതിരെയുള്ള ജനവിധിയും കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ മറുപടി ഒരൊറ്റ കാര്യം അതിനനുബന്ധമായി ചേർത്ത് വെക്കട്ടെ ശ്രീ അനിൽ നമ്പ്യാർ. അതായത് വലിയ വികസന പ്രവർത്തനങ്ങൾ, അതായത് എന്റെ അപ്പുറത്തിരിക്കുന്ന UDF-ന്റെ പ്രതിനിധി മത്സരിക്കുന്നത് എങ്ങനെയെങ്കിലും പ്രതിപക്ഷ സ്ഥാനം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് ജൂൺ മാസത്തിൽ നമുക്ക് കാണാം. വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്, ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. നരേന്ദ്രമോദി തന്നെ ഈ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ മാറ്റത്തിന് അനുകൂലമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോഴിക്കോട്ട് നിന്നും MP ഉണ്ടാവണമെന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അല്ല, ഞാനൊരു പോയിന്റ് അതിന്റെ അനുബന്ധമായിട്ട് ചേർക്കുന്നുണ്ട്. വലിയ വികസനം ഈ രാജ്യത്ത് ചെയ്തു എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വിത്തെടുത്തു കുത്തുകയാണ് ഗവൺമെന്റ്. കടം വാങ്ങുന്നത് ഒരു ഭാഗത്ത്, ഈ രാജ്യം ഒരിക്കൽ പോലും ചെലവഴിച്ചിട്ടില്ലാത്ത കരുതൽ മൂലധന ശേഖരം, ആ കരുതൽ മൂലധന ശേഖരം എടുത്ത് പൊതുമാർക്കറ്റിൽ പമ്പ് ചെയ്തുകൊണ്ട് ഇവിടെ നോട്ട് നിരോധനം നമുക്കറിയാം. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നില്ലല്ലോ. തീവ്രവാദം ഇല്ലാതാക്കാൻ, കള്ളപ്പണം ഇല്ലാതാക്കാൻ, കള്ളനോട്ടുകൾ ഇല്ലാതാക്കാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ 2 കൈയും കൂട്ടിയടിച്ച് ഒരു പാതിരിയോടുകൂടി ഈ നാട്ടിലെ 500ഉം 1000ഉം ലീഗൽ ടെൻഡർ അല്ലാതാകും എന്ന് പറഞ്ഞ ആ നടപടിയെ നിങ്ങൾ ഇന്ന് അത് പിന്തുണയ്ക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ നേട്ടമായി മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഇല്ല. ഈ രാജ്യത്തെ സമ്പദ്ഘടനയെ 2 പോയിന്റിലേക്ക് GDP-യെ താഴ്ത്തി. ഈ നാട്ടിൽ 40 വർഷത്തിനിടയിലില്ലാത്ത തൊഴിലില്ലായ്മയാണ് ഈ രാജ്യത്ത്. 60,000 പേരെ ഇസ്രായേലിലേക്ക് കടത്തിയതാണ് തൊഴിൽ കൊടുക്കാൻ നേട്ടമായി ഈ സർക്കാർ പറയുന്നത്. ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. 10% നിരക്ക് കഴിഞ്ഞ പാദത്തിൽ, അല്ലേ? തൊഴിലില്ലായ്മയുടെ നിരക്ക് വിത്തെടുത്ത് കുത്തുകയാണെന്ന് പറഞ്ഞാൽ ഈ പണം ഉപയോഗിച്ച് അല്ലല്ല, UPA സർക്കാരിന്റെ കാലത്തല്ല, കരുതൽ മൂലധന ശേഖരം ഇന്ത്യ രൂപീകരിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു ഗവൺമെന്റ് തൊട്ടിട്ടില്ല. വാജ്പേയി ഭരിച്ചിട്ടുണ്ടല്ലോ. ഈ പണം എടുത്ത് പമ്പ് ചെയ്യുകയാ. എത്രയാ? ഒരു 1.76 ലക്ഷം കോടി രൂപ. ഇവിടെ
അതാണ് ഭാരത്മാല പദ്ധതിക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ റോഡുകൾ ഉണ്ടാക്കുന്നത്, ഹൈവേകൾ ഉണ്ടാക്കുന്നത്, ഓവർ ബ്രിഡ്ജുകൾ ഉണ്ടാക്കുന്നത്, ആ പണം ഉപയോഗിച്ച് സിമന്റ് വാങ്ങി, കമ്പ് വാങ്ങി ഇവിടുത്തെ പൊതുമാർക്കറ്റിൽ പണം പമ്പ് ചെയ്താൽ ഇവിടെ സ്റ്റാഗ്നേഷനിലേക്ക് പോയ, നിശ്ചലാവസ്ഥയിലേക്ക് പോയ സമ്പദ്ഘടനയെ പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കണ്ടെത്തിയ നടപടിയാണ് ഈ വിത്തെടുത്ത് കുത്തൽ നടപടി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തകർന്നൊരു ഗവൺമെന്റാണ് ഈ രാജ്യത്ത് മുന്നോട്ട് പോകുന്നത്. ഇന്ന് നേട്ടമായി പറയുന്നില്ല നോട്ട് നിരോധനം, ഇന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. 42 ചെറുപ്പക്കാർ, തൊട്ടാൽ ചോര തെറിക്കുന്ന സൈനികർ, അതിന്റെ പേരിൽ പോലും അതിദേശീയത ഉയർത്തിക്കൊണ്ട് വോട്ട് വാങ്ങാനാ 2019 തെരഞ്ഞെടുപ്പിൽ അവർ ശ്രമിച്ചതല്ലേ? അതിന്റെ പേരിൽ എവിടെയെത്തി? നിങ്ങളുടെ കയ്യിൽ മറുപടി ഉണ്ടോ? അതിന്റെ അന്വേഷണം എവിടെയെത്തി? ആരാണ് അത് നടത്തിയത്? നിങ്ങളുടെ കയ്യിൽ ഉത്തരമുണ്ടോ? ആരുടെ ആക്രമണത്തിന്റെ ഭാഗമായി? പ്രിയപ്പെട്ടവരെ, 350 കിലോയോളം സ്ഫോടക വസ്തുക്കൾ കശ്മീരിന്റെ മണ്ണിൽ അതി റിസ്ക് ഉള്ള പ്രദേശങ്ങളിൽ ആക്രമണം ഏത് സമയത്തും തീവ്രവാദികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം. വേണ്ട 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 ലൈവ് പ്രോഗ്രാമാണ്, എല്ലാവരും വേണ്ട വേണ്ട പ്ലീസ്. ആശയപരമായിട്ടുള്ളതല്ലേ, നമ്മൾ ആശയപരമായി ഇവിടെ ഈ സഭയ്ക്കിടയിൽ ചർച്ച വേണ്ട പ്ലീസ്. ദയവ് ഒന്ന് സഹകരിക്കുക പ്ലീസ്. ദയവ് ചെയ്ത് ഒന്ന് ഇരുന്നേ പ്ലീസ് ഒന്ന് സഹകരിക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണ്, ഇത് പരസ്പരം തല്ലാനുള്ള ഒരു സഭയല്ല. നിങ്ങൾക്ക് വളരെ സുതാര്യമായി സംവദിക്കാനുള്ള ഒരു വേദിയാണ് ഇത്. തത്സമയ സംപ്രേഷണമാണ്. നാട്ടുകാർ കാണുന്നുണ്ട്, എല്ലാവരും പ്രേക്ഷകർ കാണുന്നുണ്ട്. അതുകൊണ്ട് ദയവേത് പ്ലീസ് ഒന്ന് സീറ്റിലിരിക്കെ ശാന്തമായിരിക്കും, നമുക്ക് ഒന്നിരിക്കെ. പ്രിയപ്പെട്ട സുഹൃത്തെ, പ്ലീസ് ഒന്നിരിക്കെ. സംസാരിക്കാൻ തന്നെ ധാരാളമുണ്ട്. യെസ് നമുക്ക് ജനാധിപത്യപരമായി പറയാനുള്ള അവകാശമുണ്ട്. മനസ്സിലായില്ല? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. നടപ്പിലാക്കരുത്. ആര് പറയാം? എല്ലാവർക്കും സംസാരിക്കാം. നിങ്ങൾക്ക് സംസാരിക്കണോ? പറയാനുള്ളത് പറയാം. സംസാരിക്കാൻ തരും, മൈക്ക് തരും. ആർക്ക് വേണമെങ്കിൽ സംസാരിക്കാം, മൈക്ക് തരും. എന്തിനായി ബഹളം വെക്കുന്നേ? നിങ്ങൾ എന്തിനായി പരസ്പരം തമ്മിലടിക്കുന്നത്? ഇരിക്കെ നിങ്ങൾക്ക് മൈക്ക് തരും. ആർക്കാ സംസാരിക്കണ്ടേ? പറ. ഒരു മിനിറ്റ്. ആർക്കാ സംസാരിക്കേണ്ടത്? സംസാരിക്ക്. താങ്കൾ ചോദിക്ക്. ഒരു മിനിറ്റ് താങ്കൾ അവിടെ ഇരിക്കെ. താങ്കൾ സംസാരിക്ക്. ആരോടാ ചോദിക്കാനുള്ളത്? ചോദിക്ക്. എല്ലാവർക്കും കോൺഗ്രസ് പ്രതിനിധിയോടാണ്. ചോദിക്ക്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല. BJPന്റെ B ടീമായിട്ട് മത്സരിക്കുന്ന കോൺഗ്രസിന്റെ നടപടി മതന്യൂനപക്ഷങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടുത്ത അനീതിയല്ലേ? ഒന്ന്. രണ്ടാമത്തേത്, BJP കേരളത്തിൽ കട്ടപൂജാവുന്നതിന് ഒരു കാരണം തന്നെ ഇന്ത്യ രാജ്യത്ത് മഹാമാരി വന്നപ്പോൾ, കോവിഡ് വന്ന സമയത്ത് പ്ലേറ്റ് കൊട്ടിയിട്ടും ചാണകം കുടിച്ചിട്ടും രോഗം മാറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത്. ഇത് ഇന്ത്യ രാജ്യത്ത് കേരളം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ രംഗത്തും മറ്റു രംഗത്തും ജനങ്ങൾ അഭ്യസ്തവിദ്യരായുള്ള ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതലുള്ള സംസ്ഥാനമാണ്. യു പി അല്ലാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഈ BJPക്ക് കടന്നു കയറാൻ കഴിയാത്തത്. ഇത്രയും വിദ്യാസമ്പന്നരായുള്ള ആളുകളുടെ ഇടയിൽ പോലും പ്ലേറ്റ് കൊട്ടിയിട്ടും ചാണകം കൊടുത്തിട്ടും രോഗം മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന BJPക്ക് കേരളത്തിൽ ഒരു നിലക്കും വളർന്നു വരാൻ കഴിയില്ല എന്നുള്ളതാണ്. പൗരത്വ ഭേദഗതി നിയമം എന്തുകൊണ്ട് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അതിനെ സംബന്ധിച്ച് ഇലക്ഷൻ മാനിഫെസ്റ്റോയുടെ കോപ്പി എന്റെ കയ്യിലുണ്ട്. അതിന്റെ 8ാമത്തെ പേജിന്റെ പകർപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം. ഇവിടെ വന്ന് അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: We will respect and uphold the fundamental right to practice one's faith and the rights guaranteed to religious minorities under Articles 15, 16, 25, 26, 28, 29 and 30 of the Constitution. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം ആർട്ടിക്കിൾ 15, 16, 25, 26, 28, 29, 30 പ്രകാരം ഭരണഘടന മതന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന കേവലം പൗരത്വം മാത്രമല്ല, മതന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളെയും വിശ്വാസത്തിനുള്ള അവകാശങ്ങളെയും ഞങ്ങൾ മാനിക്കുകയും അവ ഉയർത്തിപ്പിടിച്ച് സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു എന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ നിൽക്കട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് അവസാനിപ്പിക്കട്ടെ. ഇവിടെ ബി ജെ പിയുടെ ശ്രീ VK സജീവൻ പറഞ്ഞു ഈ രാജ്യം കുതിക്കുകയാണെന്ന്. എന്തിന്റെ കുതിപ്പാ?
50 ലക്ഷം കോടി രൂപ എൻ്റെയും നിങ്ങളുടെയും പോക്കറ്റ് കവർന്നുകൊണ്ട് 10 തവണ അന്യായമായി ഈ പറയുന്ന തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തീരുവ, എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് 50 ലക്ഷം കോടി രൂപയാ. 1 2 അല്ല 0. BJP-ക്കാരൊന്ന് ഇട്ടു നോക്കണം ആ സംഖ്യയുടെ വലിപ്പം എത്രയെന്ന്, അപ്പോഴാണ് മനസ്സിലാവുക. എന്താ പറഞ്ഞതെന്നറിയോ? ഇവിടെ പെട്രോളിയം ബോണ്ടുകളുടെ കാര്യത്തിൽ വാങ്ങിയ കടം വീട്ടാനാണെന്നാ. ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്, എത്രയാ കടമെന്ന്? 1,35,000 കോടി രൂപയാ. നിങ്ങൾ ഈ 2023 വരെ പരിശോധിക്ക്, നിങ്ങൾ എത്ര കടം വീട്ടിന്ന്. കടം വീട്ടാനാന്നാ പറഞ്ഞത് പാർലമെന്റിൽ. ആകെ വീട്ടിയത് 3,500 കോടിയുടെ മെച്ചൂരിറ്റി വന്ന ബോണ്ട് മാത്രമാണ്. ബാക്കി 1,30,000 കോടി രൂപ അവിടെ കിടക്കുക. അപ്പൊ പറഞ്ഞു കക്കൂസ് ഉണ്ടാക്കാനാണെന്നല്ലേ. എത്ര കക്കൂസ് നിങ്ങൾ ഉണ്ടാക്കി? ഇവിടെ പിന്നെ വേണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. ഈ കക്കൂസ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്വച്ഛ ഭാരത് മിഷൻ എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം NDA ഗവൺമെന്റ് നടപ്പാക്കി. അതിനെ സംബന്ധിച്ച്, അതിന്റെ ഫലപ്രാപ്തിയെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ കീഴിലുള്ള ഡോക്ടർ KS ജെയിംസ് ഡയറക്ടറായിട്ടുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്താ പറയുക പോപ്പുലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനം അതിനെ സംബന്ധിച്ച് പഠനം നടത്തി പുറത്തുവിട്ടു. എന്താ അതിന്റെ ഫലം? ഇന്ത്യയിലെ 35% വരുന്ന ഗ്രാമീണർക്ക് അവരുടെ വീടിനോട് ചേർന്നൊരു ശൗചാലയമില്ല. സ്വച്ഛ ഭാരത് മിഷൻ എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം നടപ്പാക്കിയ രാജ്യത്തിന്റെ സ്ഥിതിയാണ്. ഇന്നും ആളുകൾ വെളിമ്പറമ്പുകളിൽ, റെയിൽവേ ട്രാക്കുകളിൽ, ഈ പറയുന്ന കൃഷിയിടങ്ങളിൽ വിസർജനം നടത്തുന്ന രാജ്യമായി ഈ രാജ്യം നിൽക്കുന്നു. എവിടെ പോയി ഈ പണം? ഈ പണം എവിടെ പോയി? 50 ലക്ഷം കോടി രൂപയാണ് നിങ്ങൾ പിരിച്ചെടുത്തത്. ഓരോരുത്തന്റെയും പോക്കറ്റ് കൊള്ളയടിച്ചത്. എവിടെ പോയി ചെലവാക്കിയ പണം? ആ ചെലവാക്കിയ പണം മുഴുവൻ വിരലിലെണ്ണാവുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടാ, ലക്ഷക്കണക്കിന് രൂപ അവരുടെ കടബാധ്യത എഴുതി തള്ളിക്കൊണ്ടാ, അവരുടെ ടാക്സ് കുറച്ചുകൊണ്ട് രാജ്യത്തിന്റെ വരുമാനം ഉൾപ്പെടെ നിലച്ചു പോകുന്ന രീതിയിലേക്ക് 1 ലക്ഷം കോടി രൂപയാ അവരുടെ ടാക്സ് കുറച്ചു കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിന് നഷ്ടം വരുത്തിയത്. അവരാ പറയുന്നത് ഇന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക നില ഇത്രമാത്രം ഇംബാലൻസ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ കേവലം 10% ആളുകളുടെ കയ്യിൽ കുമിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ, ആ സമ്പത്തിന്റെ 50%വും വിരലിലുണ്ടാവുന്ന ആളുകളിലേക്ക് ചുരുങ്ങുന്നുണ്ടെങ്കിൽ എവിടേക്കാണ് ഈ രാജ്യം പോകുന്നത്? ഇത്തരത്തിൽ ജനങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ 40 വർഷത്തിനിടയിലില്ലാത്ത തൊഴിലില്ലായ്മ ഈ രാജ്യത്ത്. ഈ രാജ്യത്തെ പട്ടിണിയെ സംബന്ധിച്ച് പഠനം വന്നു. ജെയിംസ് റിപ്പോർട്ട് പഠിക്കണം. ജെയിംസ് റിപ്പോർട്ടിൽ പട്ടിണിയെ ആഗോള പട്ടിണി സൂചികയിൽ ആ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് തള്ളി. 125 രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം 111. കഴിഞ്ഞ വർഷം 107 ആയിരുന്നു. താഴോട്ടാ പിന്നെ പോകുന്നത്. നമുക്കറിയാം, ഗ്രഹണി പിടിച്ച കുട്ടികളെ പോലെ വയറുണ്ടി, കണ്ണുകളുണ്ട്. എന്താ ആധികാരികത ഇതിനെ സംബന്ധിച്ച്? ഇതിനു മുമ്പ് ആധികാരികത ഇല്ലായിരുന്നോ? ഇപ്പോൾ മാത്രമാണോ ആധികാരികതയെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു? ഇന്റർനാഷണലി അതിനെ സംബന്ധിച്ച് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനം വർഷങ്ങളായി BJP ഗവൺമെന്റിന് ഹിതകരമല്ലാത്ത നിലയിൽ വരുമ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ തെറ്റാണ്, അത് ശരിയായ രീതിയിലല്ല തയ്യാറാക്കിയത് എന്ന് പറയുന്നത് എന്ത് സാങ്കേതികം? പിന്നെ എന്തിനാണ്? ഒരൊറ്റ ചോദ്യം, 85 ലക്ഷം ആളുകൾക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് സൗജന്യമായി അരി കൊടുക്കുന്നത്? ഇവിടെ പട്ടിണിയില്ലെങ്കിൽ, പരിവട്ടമില്ലെങ്കിൽ, ഇവിടുത്തെ ആളുകൾക്ക് ഈ പറയുന്ന വിശപ്പില്ലെങ്കിൽ, ഇവിടുത്തെ പട്ടിണി സൂചികയിൽ സ്ഥാനത്തെത്തിയത് ശരിവെക്കുന്നുണ്ട്. 85 കോടി ആളുകൾ കൊടുത്തോണ്ടിരിക്കുന്നത്, 85 കോടി ആളുകൾക്ക് സൗജന്യമായി റേഷൻ കൊടുക്കാൻ നിർബന്ധിതമാക്കിയത് ഈ പറയുന്ന ആഗോള പട്ടിണി സൂചികയിലെ 111 സ്ഥാനമാണ്. ഒരു മിനിറ്റ് ബാദുഷാ, അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ്. അതായത് കേരളത്തെ UP ആക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അതെ, അതിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിനുണ്ട്. കാരണം കോവിഡിനെ ഏറ്റവും ശക്തമായിട്ട് നേരിട്ട ലോകത്തിലെ ഒരു രാജ്യം ഭാരതമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഞാനൊന്ന് പറയാൻ അനുവദിക്കൂ. എല്ലാ എക്യുപ്മെൻറ്റ്സും റെഡിയാക്കി, ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെ. അത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോടികൾ കിട്ടിയതിലൂടെ നമ്മൾ കണ്ടല്ലോ. വാക്സിനേഷന് പണം ചോദിച്ച ഗവൺമെന്റ് അല്ലേ? അവസാനം സുപ്രീം കോടതി വടിയെടുത്തപ്പോഴാ പണം വാങ്ങിയിട്ടുള്ള വാക്സിനേഷൻ നിർത്തിയത് ഈ ഗവൺമെന്റ് അല്ലേ? പണം വാങ്ങി വാക്സിനേഷൻ നടത്താൻ പോയതാ. കോടികൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വെച്ചതാ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. ഈ പറയുന്ന വാക്സിൻ സൗജന്യമായി കൊടുത്തത്. ഇങ്ങനെ തർക്കിച്ചു പോകാൻ പറ്റില്ല. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയട്ടെ. എനിക്ക് വസ്തുതാപരമായിട്ടാണ് ഞാൻ പറയുന്നത്. ലോകത്തിലെ 400 കോടി വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് സൗജന്യമായി എന്ന് നൽകിയത് മാത്രമല്ല, 95 രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ വാക്സിനുകളാണ് കയറ്റി അയച്ചത്. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വാക്സിൻ എന്നുള്ള നിലയിൽ വെറുതെ കൈകൊട്ടി കളിക്കുകയായിരുന്നില്ല ഗവൺമെന്റ്. ഇവിടെ സൂചിപ്പിച്ചു 82 കോടി ജനങ്ങൾക്കാണ്
കഴിഞ്ഞ 5 വർഷമായിട്ട് സൗജന്യമായിട്ട് അരി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് മോശം പ്രവണതയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ കേരളത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. കേരളത്തിൽ നിങ്ങൾ സൗജന്യങ്ങൾക്കെതിരാണെന്ന്. നിങ്ങൾ എപ്പോഴാണ് സൗജന്യങ്ങളുടെ കൂടെ നിൽക്കുന്നത്? നിങ്ങൾ സബ്സിഡിക്കെതിരാണ്, നിങ്ങൾ സൗജന്യങ്ങൾക്കെതിരാണ്. നിങ്ങൾ എന്ന് മുതലാണ് സൗജന്യത്തിന്റെ ആളുകളായി മാറുന്നത്? ഈ നാട്ടിലെ ഗാർഹിക പാചകവാതക സബ്സിഡി ആളുകളെ പോലും അറിയിക്കാതെ നിങ്ങൾ പിൻവലിച്ചവരാണ്. എന്റെ ഒരു സിമ്പിൾ ചോദ്യം കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കൂ നിങ്ങൾ. ശരി, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അതിൽ 1.5 കോടി ആളുകൾ കേരളത്തിലുള്ളവരാണ്. നിങ്ങൾ അവർക്ക് ദാരിദ്ര്യമില്ല, ഞങ്ങൾക്ക് സൗജന്യ അരി വേണ്ടെന്ന് നിങ്ങളൊന്ന് പ്രഖ്യാപിക്കുക അവരുടെ മുമ്പാകെ. ഒന്ന് ഇവിടെ വാക്സിനെ കുറിച്ചിട്ട് ഇദ്ദേഹം പറയും. നമ്മളെ ദേഹത്ത് കിടക്കുന്ന ഈ വാക്സിന്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ലേ? ഈ BJP വാക്സിൻ എടുത്തിട്ടുണ്ടോ? വാക്സിൻ എടുത്തിട്ടുണ്ട്. കാരണം എന്താ? അല്ല, ഇവരാണ് ആധാർ കാർഡ് എടുക്കാൻ പറഞ്ഞപ്പോ നമ്മുടെ രഹസ്യം മുഴുവൻ അമേരിക്കക്കാരൻ കൊണ്ടുപോകുന്നു പരസ്യമായിട്ട് രാജ്യത്തിനെതിരെ സജീവൻ പറഞ്ഞല്ലോ. വാക്സിന് ഇലക്ട്രിക് ബോണ്ടില് ഈ വാക്സിന്റെ കമ്പനിയിൽ നിന്ന് 52 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ടുള്ള നിങ്ങൾ ഈ നാടിന് നൽകിയിട്ടുള്ള വാക്സിനില് ഞങ്ങൾ സംശയിച്ച എന്ത് കുറ്റമാണ്? നിങ്ങൾ കൈക്കൂലി വാങ്ങുക. ഒരു മിനിറ്റ് അനിൽ നമ്പ്യാർ, നിങ്ങൾ എങ്ങനെ ഇടപെട്ട് പോയില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും വൺ സൈഡ് ഉണ്ടോ? ഞങ്ങൾ പറയട്ടെ. ഇത്ര നേരം ഞങ്ങൾ സംസാരിച്ചിട്ട് വേണ്ടിയില്ലല്ലോ. സജീവൻ പറയുമ്പോ ഞാൻ വേണ്ടിയില്ലല്ലോ. ഞാൻ പറയട്ടെ, എനിക്ക് പറയാണല്ലോ. അപ്പൊ വാക്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തത് ഞാൻ പറയുന്നത് പറഞ്ഞാൽ നിങ്ങള് ഈ രാജ്യത്തെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിലോ ഈ രാജ്യത്തിന്റെ ഭരണഘടനയിലോ ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങളിലോ വിശ്വാസമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് പ്രതിബദ്ധത? അങ്ങനെ പ്രതിബദ്ധതയുള്ള നിങ്ങൾ ഈ 10 വർഷം കൊണ്ട് ഈ രാജ്യത്തെ മനുഷ്യർക്ക് എന്ത് ക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കിയത്? ഇവിടെ 26 കൊടുക്കണ അരി 39 കൊടുക്കലാണോ? അങ്ങനെയാണോ? നിങ്ങൾ അതാണ് ഇവിടുത്തെ ക്ഷേമ പദ്ധതി. നിങ്ങൾ ഓർത്ത് നോക്ക്. ഞാൻ ഒറ്റ കാര്യം പറയാൻ തമ്പിയാർ, നിങ്ങൾ ഈ രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കണക്കെടുക്കണം. ഈ രാജ്യത്ത് 2022 2,84,000 കോടി രൂപ 84 ലക്ഷം കോടി രൂപ പെട്രോളിന്റെ നികുതി ചുമത്തി വരുമാനമുണ്ടാക്കിയ നരേന്ദ്രമോദി ഇപ്പൊ എത്ര വാങ്ങണമെന്നറിയോ? 3,54,000 കോടിയാണ്. കാര്യം പറയാം. ഞാൻ പറയാം, ക്ഷേമ പദ്ധതികള് ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ പറഞ്ഞല്ലോ. ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ 40% 169 പേര് വരുന്ന കോടീശ്വരന്മാരുടെ കയ്യിലാ. അദാനി ഈ നരേന്ദ്രമോദിയുടെ സൃഷ്ടിയ അദ്ദേഹത്തിന്റെ ദത്തുപുത്രനാണ് അദാനി. ആ അദാനിക്ക് കോടിക്കണക്കിന് രൂപ വാരിക്കൂട്ടുക. അമിത്ഷായുടെ മകന് 200 ഇരട്ടി സ്വത്ത് സമ്പാദിച്ചത് ഈ ഭരണകൂടത്തിന്റെ രണ്ടാമത്തെ കാര്യത്തില് പൗരത്വത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹം ആ പൗരത്വ ബില്ലില് എവിടെയാണ് 2019 കാലത്ത് പിണറായി വിജയൻ എന്തിനാണ് വിഴിഞ്ഞം കൊടുത്തത്? പറയൂ. ഇവിടെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുതരാം. വിഴിഞ്ഞം കൊടുത്തത് അദാനിക്കുന്നല്ല, കമ്പനികൾ അതിനെല്ലാം റെക്കോർഡ് വെച്ചിട്ട് നിങ്ങൾ അദാനിക്കും അതുപോലെയുള്ള കുത്തകകൾക്ക് ഇത് വിറ്റ് തുറക്കുമ്പോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അതിൽ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഒരു കാര്യം മനസ്സിലായിക്കോളി. ഞങ്ങള് ഈ രാജ്യത്ത് ഈ BJPയുടെ ഭരണം ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പരിക്കുകൾ ഈ രാജ്യത്തുണ്ട്. ആ പരിക്കുകൾക്ക് ഉത്തരം പറയാൻ കോൺഗ്രസ് ബാധ്യസ്ഥര. പൗരത്വ ഭേദഗതി നിയമം 2019 പാർലമെന്റിൽ കൊണ്ടുവന്ന ആ പൗരത്വ ഭേദഗതി നിയമം ചെയ്യുമെന്ന് അക്കമിട്ട് പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രിക സാധിച്ചില്ല? ഇലക്ട്രൽ ബോണ്ടും ദേശീയ നിയമം അംഗീകരിക്കുമോ എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം. ഞാൻ ചോദിക്കട്ടെ, ഈ സംസ്ഥാന ഗവൺമെന്റ് CPM ദേശീയ നിയമം അംഗീകരിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് കേന്ദ്ര സഹകരണ നിയമം ഇവർ അംഗീകരിക്കുന്നില്ല? കരുവന്നൂർ ബാങ്കില് 4
രഹസ്യ അക്കൗണ്ടാ പിടിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ 4 രഹസ്യ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുക. കളവ് നടന്നിട്ടുള്ളത് ഇന്നലെ BJP ഭരിച്ച ബാങ്കുകളല്ല, കേരളത്തിലെ സഹകരണ ബാങ്കുകളില് 294 ബാങ്കുകളില് ശ്രീ സജീവൻ, നിങ്ങൾ കേരളത്തിന്റെ കാര്യത്തിൽ, കരുവന്നൂരിന്റെ കാര്യത്തിൽ, സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കോഴിയും കുറുക്കനും കളിക്കില്ലേ? CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം അരവിന്ദാക്ഷൻ ജയിലിൽ കിടക്കുക. കാക്കനാട് ജയിലിൽ കിടക്കുക. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം അരവിന്ദാക്ഷൻ 10 കോടി രൂപയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ബാദുഷാ, കരുവന്നൂരിൽ ആരാണ് ഉത്തരവാദി? നിങ്ങൾ പറയാതെ. കരുവന്നൂരിൽ നിന്ന് കൈയിട്ട് വാരിയതാരാ? കരുവന്നൂർ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയതാരാ? ബാദുഷാ, താങ്കൾ പറ. കരുവന്നൂർ സഹകരണ ബാങ്കിലെ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയതാരാ? ആരാണ് നേതൃത്വം നൽകിയത്? അത് പറ താങ്കൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയതാരാ? യെസ്, ഉത്തരവില്ല. തിരിച്ചു വരാം. യെസ്, കോഴിക്കോട്ടെ ജനസഭ തുടരുകയാണ്. ഞാൻ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് വന്ന് ചോദിക്കാം. പെട്ടെന്ന്. നമസ്കാരം. നേരത്തെ ഒരു നേതാവിന്റെ അഭിപ്രായം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ അവിടെ ഒരു തല്ലുകൂടലുണ്ടായി. അപ്പോൾ നാട് വോട്ട് ചെയ്ത് ജയിച്ചതിന് ശേഷം നാട്ടിൽ സമാധാനവും സന്തോഷവും നല്ലൊരു ഭരണ സംവിധാനം ഉണ്ടാക്കുമെന്ന് പറയുന്ന നേതാക്കൾ 3 പേരോടുമാണ് എൻ്റെ ചോദ്യം. ഇവിടെ നിങ്ങളുടെ 2 പ്രസ്ഥാനത്തിലെ അണികൾ തമ്മിൽ ഇവിടുത്തെ അന്തരീക്ഷം കുറച്ച് സമാധാനപരമല്ലാത്ത രീതിയിൽ പോകുമ്പോൾ അതിനെതിരെ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ പേരിലാണ് ഇവിടെ ആ ഒരു പ്രശ്നം ഉണ്ടായത്. പക്ഷെ അതിനെതിരെ ഈ ഒരു അന്തരീക്ഷം സമാധാനപരമാക്കാൻ നിങ്ങൾ ആരെങ്കിലും ഒരു വാക്കോ കാര്യങ്ങളോ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? കാരണം നിങ്ങളെ അണികളാണ് ഇവിടെ തല്ലുകൂടിയിട്ടുണ്ടായിരുന്നത്. ജനാധിപത്യം ജനങ്ങൾക്ക് മുകളിൽ ആധിപത്യമല്ല എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ ഇവർക്ക് വേണ്ടി സംസാരിക്കാത്ത നിങ്ങൾ എങ്ങനെയാണ് ജയിച്ചു കഴിഞ്ഞാൽ ഒരു നാടിനെ ഒരു ഭരണ സംവിധാനത്തിലൂടെ സമാധാനത്തിലേക്ക് നയിക്കുന്നത്? യെസ്, പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ ഇടപെട്ടു, അത് പരിഹരിച്ചു. പിന്നെ നമ്മുടെ നിയമപാലകരും ഉണ്ട്. ഓക്കെ, യെസ്, അടുത്ത ചോദ്യം തരാം. ചോദിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത് CPM-ന്റെ പ്രതിനിധിയോടാണ്. ഇപ്പോൾ CPM-ന്റെ പ്രകടന പത്രിക കണ്ട്, ഇപ്പോൾ പാർട്ടി ചെറുതാണെങ്കിലും വലിയ വലിയ കാര്യങ്ങളാണ് അതിലുള്ളത്. പൗരത്വ നിയമം റദ്ദാക്കും, UAPA. അപ്പോൾ ഈ UAPA നിയമം കൊണ്ടുവന്ന കാലത്ത് 2008 CPM ഇവർ രണ്ടാളും ഒന്നിച്ചു കണ്ടാണ് കൊണ്ടുവന്നത്. അന്ന് സെബാസ്റ്റ്യൻ പോൾ അതിനെതിരെ വോട്ടിങ്ങിൽ പാർലമെൻറ്റിൽ അതിനെതിരെ വിട്ടുനിന്നപ്പോൾ പാർലമെൻറ്റിൽ CPM വിപ്പ് കൊടുത്ത് UAPAക്ക് അനുകൂലമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ സെബാസ്റ്റ്യൻ പോൾ അതിനെതിരെ വിട്ടുനിന്നപ്പോൾ സെബാസ്റ്റ്യൻ പോളിനോട് കാരണം ചോദിച്ച പാർട്ടിയാണ് CPM. CPM ഇപ്പം പ്രകടന പത്രിക പറയുന്നത് UAPA ഒഴിവാക്കുന്നതാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ പോളിനോട് മാപ്പ് പറയുമോ CPM എന്നാണ് എൻ്റെ ചോദ്യം. യെസ്, ബാദുഷാ. ഇവിടെ CPM-ന്റെ പ്രകടന പത്രികയുടെ വലിപ്പം ഇഷ്ടപ്പെടാത്ത വിധത്തിലുള്ള സംസാരം. CPM-ന്റെ പ്രകടന പത്രിക 2004 തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിരുന്നു. ആ പ്രകടന പത്രികയിൽ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നടപ്പിലാക്കുമെങ്കിലേ ഞങ്ങൾ പിന്തുണ തരുള്ളൂ എന്ന് കോൺഗ്രസിനോട് പറഞ്ഞ് പിന്തുണ കൊടുത്തുകൊണ്ട് നടപ്പിലാക്കിയ 5 പദ്ധതികൾ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ താളുകൾ മറച്ചു നോക്കിയാൽ കാണാം. അതിലേറ്റവും പ്രഥമമായിട്ടുള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതി. ഈ ഇടതുപക്ഷം പ്രകടന പത്രികയല്ലേ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ചോദ്യമാനത്തിനുള്ള ഉത്തരവല്ലേ നൽകുന്നത്? ചോദ്യം അതല്ലല്ലോ. ചോദ്യം തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ചോദിച്ച ചോദ്യം പ്രകടന പത്രികയുടെ വലിപ്പ ആ ചോദ്യമാണ്. അല്ലല്ല, സെബാസ്റ്റ്യൻ പോളിനോട് മാപ്പ് പറയുന്നതാണ്. അനിൽ നമ്പ്യാർ ഞങ്ങളെടുത്ത് ചെലവഴിക്കാൻ അജണ്ട അത് പെട്ടിയിൽ വെച്ചാൽ മതി. ചോദ്യത്തിന് മറുപടി പ്രകടന പത്രികയുടെ വലിപ്പ പറഞ്ഞു. പ്രകടന പത്രിക CPIM ഇവിടെ വലിയ പ്രകടന പത്രിക ഇറക്കി എന്നാ പറഞ്ഞത്. ആ പ്രകടന പത്രിക ഇറക്കിയതിന്റെ കാരണങ്ങളാണ് പറയുന്നത്. ഇടതുപക്ഷ ഞങ്ങളുടെ മുന്നണി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്ന ഏത് ഗവൺമെന്റിന്റെ മുമ്പിലോ ധീരമായി ഈ പ്രകടന പത്രിക നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അത് തന്നെയാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. UAPA നിയമത്തെ കുറിച്ച് എന്താ UAPA നിയമം? അദ്ദേഹം സെബാസ്റ്റ്യൻ പോളിന്റെ കാര്യങ്ങൾ അങ്ങനെ ചെറുതായി കാണേണ്ട നിയമമൊന്നുമല്ലല്ലോ അത്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ ആളുകളെ ഏത് തരത്തിലും ആർക്കും പരാതി കൊടുത്താൽ അകത്തിടുക. ആ നിയമം ഉപയോഗപ്പെടുത്തിയിട്ടല്ലേ നിങ്ങളിപ്പോൾ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തോന്നിയാസങ്ങളും, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പരാക്രമങ്ങളും അത്തരം നിയമങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാ ജാമ്യമില്ലാതെ അകത്തിട്ട് പോകുന്ന വകുപ്പുകൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഏത് വകുപ്പ് ചോദിച്ചിട്ടാ? അതാ കോൺഗ്രസ് എടുക്കുന്ന പല നിലപാടുകളും അവർ മൗനം നടിക്കുന്നത് കൊണ്ടാണ്. പാർലമെന്റിൽ ഈ നിലപാടുകളൊക്കെ വരുമ്പോൾ
ഇന്ത്യയുടെ അപ്പൊ സെബാസ്റ്റ്യൻ പോളിനോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു. അലനെയും താഹയും മറന്നു ഒന്നിടപെട്ടോട്ടെ CPM-കാരാണ്, DYFI-കാരാണ്. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം വലിയ വലിയ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പാർട്ടിയായിരുന്നു CPM. ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം, മുത്തലാഖ് നിരോധിക്കണം എന്നൊക്കെ ഏറ്റവും തവണ ഈ രാജ്യത്ത് പ്രസംഗിച്ചിട്ടുള്ള ആള് EMS നമ്പൂതിരിപ്പാടാ. അന്ന് BJP ചെറിയൊരു പാർട്ടിയാണ്. തെറ്റാണ്, അങ്ങനെ പറയില്ല സജീവൻ. ചർച്ച ചെയ്ത എങ്ങനെ ഈ അതൊക്കെ നിങ്ങൾ സിവിൽ കോഡ് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാവണം. അതിനെ കുറിച്ചാ പറഞ്ഞിട്ടുള്ളത്. EMSന്റെ വാക്കുകൾ വലിച്ചേച്ച് ഞങ്ങളന്ന് ഒരുമിച്ച് മത്സരിച്ചവരാണ്, ഞങ്ങളന്ന് കെട്ടിപ്പിടിച്ച് നടന്നവരാണെന്ന് നേരത്തെ പറഞ്ഞു, ആമുഖത്തിൽ പറഞ്ഞല്ലേ, നിങ്ങൾ ഒരുമിച്ച് നടന്നവരാണ്. ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ അജണ്ടയാണല്ലോ നിങ്ങൾ രണ്ടുപേരും നടപ്പാക്കുന്നത്. തെളിവ് തരാം. ഇതാ 2012 ഏപ്രിൽ മാസം 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെ കോഴിക്കോട് നടന്നിട്ടുള്ള CPM-ന്റെ പാർട്ടി കോൺഗ്രസ്. ആ പാർട്ടി കോൺഗ്രസിൽ ശക്തമായിട്ടുള്ളൊരു പ്രമേയം വന്നു, CAA നടപ്പിലാക്കണം. CAA നടപ്പിലാക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതില് മതമുണ്ടോ എന്ന് ഇപ്പൊ ബാദുഷ രണ്ടാമത് ചോദിക്കും. അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു വാക്ക് കൃത്യമായിട്ട് മറുപടി പറയാം. The party Congress recognize that the heightened insecurity of these communities എന്ന് പറഞ്ഞാൽ അതില് ആ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായങ്ങൾ വരുന്നില്ല. ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പാർട്ടി കോൺഗ്രസിന്റെ പ്രമേയം നിങ്ങൾക്ക് എടുത്തു നോക്കാം. അവരിപ്പോ സിഎക്കെതിരായിട്ട് നിലപാട് വലിയ വലിയ കാര്യങ്ങൾ പ്രസംഗിക്കുക, എന്നിട്ട് ഈ നാട്ടിലെ ആളുകളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി നടക്കുക. നിങ്ങളിപ്പോ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി നടക്കല്ലേ? എനിക്ക് പറയാനുള്ളത് UDF-ന്റെ പ്രതിനിധിയോടാണ്. ഇത് തീർത്തും രാഷ്ട്രീയരഹിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ച കാര്യം നമുക്കറിയാം. നിലവിലെ MP ശതകോടികളെ കണക്കും പറഞ്ഞു, ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങളും മറ്റും കാര്യങ്ങളും പറഞ്ഞു. അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങളുടെ ന്യായമായ ഒരു ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതായത് ഒരു MP-യുടെ ഫണ്ടിൽ നിന്നും 22.5% പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി ചെലവഴിക്കണമെന്നാണ് ചട്ടം. നിലവിലെ MP ഈ കോഴിക്കോട് ജില്ലയിൽ 500 ചില്ലാണം വരുന്ന പട്ടികജാതി കോളനികൾക്ക് വേണ്ടി എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയത്? ചോദ്യം ഒന്നത്. അല്ല, ഞാൻ ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരുന്നതിന് 1-2 കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ഇവരൊരുമിച്ച് നിന്ന കാലഘട്ടമാണ്. കോൺഗ്രസിനെതിരായിട്ട് ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചും കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം എന്നതായിരുന്നു ഇവരുടെ അജണ്ട. അടുത്ത കാലത്താ മാറിയത്. ഇവിടെ പൗരത്വ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞു. വിനോദ് ചോദ്യത്തിന് മറുപടി പറയൂ. അതിലേക്ക് വരാം. പൗരത്വം ഉന്നയിച്ചല്ലോ, ചോദ്യത്തിന് മറുപടി പറയൂ. ചോദ്യത്തിലേക്ക് വരാം. ഞാൻ കോഴിക്കോട് സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി മറുപടിയിലേക്ക് വരാം. വിശദീകരിക്കാൻ അവസരം നൽകണം. എങ്ങനെ അനിൽ നമ്പ്യാർ വിനോദ് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കഴിഞ്ഞ കാലം വരെയുള്ള നിലപാട് എന്തായിരുന്നു എന്ന് വിശദീകരിക്കാനുള്ള അവസരം എനിക്ക് അതെ, അതാണ് പ്രശ്നം. അതുകൊണ്ട് പ്ലീസ് ഞാൻ കൃത്യമായി പറയാം. ശ്രീ എം കെ രാഘവന് CAA സംബന്ധിച്ച് നമുക്ക് നല്ല ഡിബേറ്റ് നടത്താം. ഞാൻ റെഡിയാ. MK രാഘവന് 2019 മുതൽ 2024 വരെ കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ടത് 17 കോടി രൂപയാണ്. അതിൽ കേന്ദ്ര സർക്കാർ ഇതുവരെയും റിലീസ് ചെയ്തത് വെറും 7 കോടി രൂപയാണ്. അതിൽ പലിശ ഉൾപ്പെടെ ഇപ്പോഴുള്ള തുക 8.37 കോടി രൂപയാണ്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ പലിശ ഉൾപ്പെടെ 8.37 കോടി രൂപയാണ്. സജീവന് ഞാൻ നമ്പർ തരാം, ഇവിടുത്തെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പർ തരാം. ഇന്ന് ഞായറാഴ്ചയാ, നാളെ തിങ്കളാഴ്ച ഒന്ന് വിളിച്ചു നോക്കാം. അതല്ലെങ്കിൽ ഒരു 10 രൂപയുടെ കോഫി ഷാപ്പ് ഒട്ടിച്ച് വിവരാവകാശ അപേക്ഷ കൊടുക്കാം. വിനോദിനോടുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയട്ടെ. ഇവിടെ നിർദ്ദേശിച്ച പദ്ധതി പ്രവൃത്തികളുടെ ആകെ തുക 19.30 കോടി രൂപയാണ്. 17 കോടി രൂപ ലഭിക്കുന്ന MP 19.30 കോടി.
അതോടൊപ്പം തന്നെ അതിൽ തന്നെ മുഴുവൻ പദ്ധതികളും ഏതോ ഒരു ചാനൽ അദ്ദേഹം ചെലവഴിച്ചില്ല എന്ന് കാണിച്ചിട്ടാണ് ഈ ബഹളമൊക്കെ ഇവിടെ ഏതോ ഒരു ചാനലല്ല, ഭരണാനുമതിയായ MP ലാഡ്സ് പദ്ധതി നടപ്പാക്കുന്നതിൽ MP-യുടെ റോൾ എന്താ? വളരെ കൃത്യമായി അത് വായിച്ചു നോക്കണം. MP ലാഡ്സ് പദ്ധതി നടപ്പാക്കുന്നതിൽ MP-യുടെ റോൾ എന്താണ്? അതും കഴിഞ്ഞ് ആ പദ്ധതികൾക്ക് മുഴുവൻ ഭരണാനുമതി നേടിയെടുത്തിട്ടുണ്ട് രാഘവേട്ടൻ. എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് അനുവദിച്ച മുഴുവൻ പണത്തിന്റെയും അതിലപ്പുറവും ഭരണാനുമതി നേടിയെടുത്ത അതിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ബാധകമാണ്. 5 കോടി രൂപ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ പറയട്ടെ 5 കോടി രൂപ അനുവദിക്കുകയാണെങ്കിൽ അതിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് അതിൽ 2 കോടി രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കണം. നിരവധി കോളനികളിൽ രണ്ടുമല്ല നിരവധി അങ്ങനെയാണ്. ഞാൻ പറയട്ടെ ഈ നിഷ്കർഷ പാലിക്കാതെ കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതികൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണോ ശ്രീ അനിൽ നമ്പ്യാർ പറയുന്നത്? ഈ പറയുന്ന നിഷ്കർഷ പാലിക്കാതെയാണ് SC/ST ക്ഷേമ പദ്ധതികൾ മുന്നോട്ട് വെക്കാതെ ഈ പണം അനുവദിച്ചു പോയാൽ കാണാവുന്ന രേഖയാണ്. ഈ പണം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അനുബന്ധ സാമഗ്രികളും സ്ഥാപിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ ചെലവഴിക്കണം. ബാക്കി 2 കോടി രൂപ മാത്രമാണ് ജനറലായി ഉപയോഗിക്കാൻ പറ്റൂ. അത് 15 വർഷത്തിനിടയിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ വളരെ കൃത്യമായി ഈ നിഷ്കർഷകളെല്ലാം പാലിച്ചുകൊണ്ട് നിരവധിയായ പദ്ധതികൾ ഏത് പഞ്ചായത്തിൽ ചെന്നാലും ഒരു പാത്വേയോ ഒരു ഗ്രാമീണ റോഡോ ഒരു ഇടവഴിയോ രാഘവേട്ടന്റെ നാമധേയത്തിൽ അവിടെ നടപ്പാക്കാത്ത പദ്ധതികൾ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലുണ്ടോ? കൊച്ചു പദ്ധതികൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആമുഖത്തിൽ തുടങ്ങിയത് കോടാനുകോടികളുടെ പദ്ധതികൾ 3500 കോടി രൂപയുടെ പദ്ധതി പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പാക്കിയതോടൊപ്പം രാഘവേട്ടൻ ഇവിടുത്തെ മൈന്യൂട്ട് ആയിട്ടുള്ള മേഖലകളിൽ റിമോട്ട് ആയിട്ടുള്ള മേഖലകളിൽ വളരെ സൂക്ഷ്മമായ ഇടപെടലോടുകൂടി SC/ST മേഖലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കമ്പ്യൂട്ടർ ഒരു സ്കൂൾ പറ രാഘവേട്ടൻ കൊടുത്ത കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാത്ത പറയാൻ പറ്റോ? രാഘവേട്ടൻ കൊടുത്ത ഒരു സ്കൂൾ പറയാൻ പറ്റോ? നിങ്ങൾക്ക് ഞാൻ ഫോൺ നമ്പർ തരാം, വിളിച്ചു നോക്കാം. ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ വിളിച്ചു നോക്കാം. അപ്പൊ കൃത്യമായ ഉത്തരം നിങ്ങൾക്ക്. അതും ബോധിക്കുന്നില്ലെങ്കിൽ രേഖ വേണമെങ്കിൽ 10 രൂപ നിങ്ങൾക്ക് BPL കാർഡ് ആണെങ്കിൽ അതും വേണ്ട, ഒരു വിവരാവകാശം. MPമാരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ഒരു കണക്ക് ഞാൻ പറയാം. ആദർശ് ഗ്രാമം പദ്ധതി ഏറ്റവും ഒടുവിൽ 2 പഞ്ചായത്താണ് ഏറ്റെടുത്തത് കഴിഞ്ഞ ടൈമിൽ. അത് പെരുവയലും ചേളന്നൂരുമാണ്. ഇന്ത്യയിൽ ആകെ പഞ്ചായത്ത് 945. ചേളന്നൂർ പഞ്ചായത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയോ? 926ാമത്തെ പഞ്ചായത്താണ് ഇന്ത്യയില്. MK രാഘവന്റെ ദത്തെടുത്തിട്ടുള്ള പഞ്ചായത്ത് 6.25 മാർക്കാണ് ആകെ ലഭിച്ചിട്ടുള്ളത്. പിന്നൊന്ന് പെരുവേൽ പഞ്ചായത്ത് 631ാമത്തെ റാങ്ക് ആകെയുള്ള 945. പിന്നെ ഉണ്ണികുളം 429ാമത്തെ റാങ്ക്. ഏറ്റവും ആദ്യത്തെ താമരശ്ശേരി 509ാമത്തെ റാങ്ക്. ഇതാണ് ഇവിടുത്തെ MP MK രാഘവന്റെ പ്രവർത്തന മികവ്. ആദർശ ഗ്രാമം പദ്ധതി ഈ വർഷം സംസ്ഥാനത്തെ 1ാം സ്ഥാനത്ത്. എനിക്ക് അടിയന്തരമായ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.